പെരുമ്പാവൂർ പൊതുശ്മശാനത്തിലെ കെടുകാര്യസ്ഥത മൂലം മൃതദേഹ സംസ്കാരം പ്രതിസന്ധിയിലെന്ന് പരാതി. പെരുമ്പാവൂർ നഗരസഭയുടെ കെടുകാര്യസ്ഥതയും നടപടിക്രമങ്ങളിലെ കാലതാമസവും മൂലം പൊതുശ്മശാനത്തിലെത്തുന്ന മൃതദേഹങ്ങളുടെ സംസ്കാരം പ്രതിസന്ധിയിലായതായി പരാതി. പെരുമ്പാവൂർ നഗരസഭയുടെ 1/4 നൂറ്റാണ്ട് പഴക്കമുള്ള പൊതുശ്മശാനത്തിലാണ് ഈ ദുരവസ്ഥ. 2004 ഫെബ്രുവരിയിൽ ആരംഭിച്ച മലമുറിയിലെ ശാന്തിവനത്തിലാണ് അശാന്തി പുകയുന്ന കാഴ്ചകൾ. മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നതിന് ഇവിടെ 2 ഗ്യാസ് ചേമ്പറുകളാണുള്ളത്. ഇതിൽ ഒന്ന് നിശ്ചലമായിട്ട് 1 വർഷം ആവാറായി. രണ്ടാമത്തേത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ യഥാസമയം ദഹിപ്പിക്കൽ പൂർത്തിയാകാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. നിലവിലെ ചേമ്പറിലെ ബർണറുകൾ പകുതിയോളം പ്രവർത്തിക്കാത്തതിനാൽ മൃതദേഹത്തിന്റെ ഒരു ഭാഗം കത്തിത്തീരുമ്പോൾ ബാക്കി ഭാഗം കമ്പുകൊണ്ട് തള്ളി നീക്കിയാണ് ജീവനക്കാർ ദഹന പ്രക്രിയ പൂർത്തിയാക്കുന്നത്. ഇതുമൂലം അടുത്ത മൃതദേഹം എത്തുമ്പോഴേക്കും ദഹനം പൂർത്തിയാവുകയില്ല. ഇതുമൂലം പിന്നാലെ വരുന്ന മൃതദേഹം മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരുന്നു. ഇത് ദുഃഖഭാരവുമായി എത്തുന്ന കുടുംബാംഗങ്ങളെ കൂടുതൽ ദുഃഖത്തിലാഴ്ത്തുകയാണ് ചെയ്യുന്നത്. മൃതദേഹത്തോട് കാണിക്കുന്ന അനാദരവ് കണ്ട് മനം മടുക്കേണ്ട അവസ്ഥയാണ് ബന്ധുക്കൾക്ക്. കഴിഞ്ഞ ദിവസം മുനിസിപ്പാലിറ്റിയിലെ 7ാം വാർഡിൽ മരണപ്പെട്ട വ്യക്തിയുടെ മൃതദേഹവുമായി ചെന്ന ബന്ധുക്കൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ 7ാം വാർഡ് കൗൺസിലറായ അജി സി പണിക്കറെ അറിയിക്കുകയും കൗൺസിലർ ശാന്തിവനത്തിലെത്തി നേരിൽ കണ്ടതുകൊണ്ടാണ് ഈ ദുരവസ്ഥ പുറം ലോകം അറിയുന്നത്. ജീവനക്കാരൻ ചേംബറിന്റെ ശോചനീയാവസ്ഥയും പണികൾ നടത്തേണ്ടതിന്റെ ആവശ്യകതയും പലതവണ നഗരസഭയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും ഇത് സംബന്ധിച്ച് നടപടികൾ ആരംഭിച്ചിട്ടില്ല. പെരുമ്പാവൂർ നഗരസഭ നടത്തുന്ന നിരവധിയായ പ്രവർത്തനങ്ങളിലുള്ള വൈകല്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവിടുത്തെ LDF കൗൺസിലർമാർ എന്നും മുന്നോട്ട് പോയിരിക്കുന്നത്. ഇത് പെരുമ്പാവൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ്. ശാന്തിവനം എന്ന പേരിൽ 2004-2005 കാലഘട്ടങ്ങളിലാണ് അത് ആരംഭിച്ചത്. അന്ന് തൊട്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് ക്രിമേഷൻ, അതായത് ഒരു മരണമുണ്ടായാൽ അവരുടെ ബോഡി ദഹിപ്പിക്കുന്നതിനുള്ള ഒരു സോഴ്സ് ആയിരുന്നു ഈ ശാന്തിവനം. ആ ശാന്തിവനം ഇന്ന് എത്തി നിൽക്കുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. ഈ കൗൺസിൽ അധികാരത്തിൽ വന്ന അന്ന് തൊട്ട് പലപ്പോഴായി ഇത് കൗൺസിലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. പലപ്പോഴും നമ്മൾ തീരുമാനമെടുത്തിട്ടുള്ളതാണ്. ആ തീരുമാനങ്ങളൊന്നും നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായ ഒരു കാര്യം. 2 ചേംബറുകളുള്ള ശാന്തിവനത്തിലെ ഒരു ചേംബർ പ്രവർത്തനമില്ലാതായിട്ട് കാലങ്ങളായി. അത് പലപ്പോഴും നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചേംബറിലെ 2 ബർണറുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കണ്ട ഹൃദയഭേദകമായ ഒരു കാഴ്ച. എൻ്റെ വാർഡിലുണ്ടായ ഒരു മരണം, ആ മരണത്തെ തുടർന്ന് ആ ബോഡി ക്രിമേഷൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ശാന്തിവനത്തിലെത്തിയത്. എൻ്റെ കൂടെ ആ മരിച്ചുപോയ വ്യക്തിയുടെ കുറേ ബന്ധുക്കളുമുണ്ട്. അവരുമായിട്ട് അവിടെ ചെല്ലുമ്പം ഓൾറെഡി അവിടെ ഒരു ബോഡിയുടെ ക്രിമേഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ 3 മണിക്ക് നമുക്ക് അനുവദിച്ചു തന്ന സമയത്ത് വേറൊരു ബോഡിയുടെ ക്രിമേഷൻ നടക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളത് ചോദ്യം ചെയ്തു. എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മളുടെ ബോഡി അങ്ങോട്ട് കയറ്റാൻ പറ്റാത്തത്? നമ്മുടെ ക്രിമേഷനുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്നപ്പോഴേക്കും നമുക്ക് ആ ടൈം അലോട്ട് ചെയ്ത ടൈമിൽ ക്രിമേഷൻ നടത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് നമ്മൾ അഭിമുഖീകരിച്ച ഒരു വലിയ പ്രോബ്ലം. അതിനകത്ത് ഒരു കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇതിനകത്ത് 2 ബർണറുകൾ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ബർണറിന്റെ ക്യാബിൻ എന്നെ മാത്രം മുമ്പോട്ട് വിളിച്ചത് ഓപ്പൺ ചെയ്ത് കാണിക്കുമായിരുന്നു. അപ്പൊ അതിനകത്ത് കണ്ടത് വളരെ ഹൃദയഭേദകമായ ഒരു കാഴ്ച. ഒരു പാതി മാത്രം കത്തിയ ഒരു മനുഷ്യ ശരീരമാണ് അതിനകത്ത് കാണുന്നത്. വീണ്ടും 2.5 മണിക്കൂറൂടെ നമുക്ക് അവിടെ കാവലിരിക്കേണ്ടി വന്നു ഈ നമ്മൾ കൊണ്ടുവന്ന ബോഡി ക്രിമേഷന് വേണ്ടി കയറ്റാനായിട്ട്. അപ്പൊ ഇത്തരത്തിലുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ, അത് മനുഷ്യ ശരീരത്തിനെ കേവലം കമ്പ് കൊണ്ട് തോണ്ടിയിട്ട് കൊടുത്ത് കത്തിച്ചു മാറ്റുന്ന ഒരവസ്ഥ. അങ്ങനൊരു നഗരസഭ നടത്തുന്ന ഒരു ക്രിമറ്റോറിയം ആ ഒരു നിലവാരത്തിലേക്ക് പോകാൻ പാടില്ലാത്തതാണ്. ഇത് കൃത്യമായ സമയത്തുള്ള ഇടപെടലുകൾ നഗരസഭ നടത്തിയിരുന്നെങ്കിൽ ഒരു കാലത്തും അങ്ങനെ വരില്ല. കൃത്യമായി മെയിൻ്റനൻസ് ഈ ക്രിമറ്റോറിയത്തിന്റെ കാര്യത്തിൽ നടത്തിയിട്ടില്ല എന്നുള്ളത് നഗരസഭയുടെ ഏറ്റവും വലിയൊരു വീഴ്ചയാണ്. ഏറ്റവും ഒടുവിൽ നഗരസഭ പ്ലാൻ ഫണ്ടിൽ മാറ്റിവെച്ചിരിക്കുന്നതും കേവലം 3 ലക്ഷം രൂപയാണ്. ഈ 3 ലക്ഷം രൂപ കൊണ്ട് ക്രിമറ്റോറിയത്തിനെ പഴയ രീതിയിലേക്ക് ആക്കാൻ നമുക്ക് സാധിക്കത്തില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ടെക്നോളജിയുള്ള ഈ കാലഘട്ടത്തിൽ പുതിയ ടെക്നോളജിയെ കുറിച്ച് ഇവർ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? ഈ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ ക്രിമേഷൻ എന്തുകൊണ്ട് ഇലക്ട്രിക് ക്രിമേഷൻ ആക്കി നമുക്ക് മാറ്റിക്കൂടാ? അതിനെന്തുകൊണ്ട് നമുക്ക് സോളാർ എനർജിയെ യൂസ് ചെയ്തുകൂടാ? ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി ഒന്നും ആലോചിക്കാനോ പുതിയ പ്ലാനിലോട്ടോ പദ്ധതിയിലോട്ടോ പോകാനോ UDF
UDF-ന്റെ നേതൃത്വത്തിലുള്ള നഗരസഭയുടെ കൗൺസിൽ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കൃത്യമായ രീതിയിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും ഇടതുപക്ഷം ഒപ്പമുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കാനും അതനുസരിച്ച് കാലോചിതമായി പരിവർത്തനപ്പെടാനും UDF-ന് കഴിയുന്നില്ല. അതുകൊണ്ടാണ് മൃതദേഹത്തിനോട് പോലും ഇത്രയധികം അനാദരവ് കാണിക്കുന്ന അവസ്ഥയിലേക്ക് നഗരസഭയ്ക്ക് അധപ്പതിക്കേണ്ടി വരുന്നത്. ഇത് ജീവനക്കാരന്റെ കുറ്റമല്ല. ജീവനക്കാരൻ കൃത്യസമയത്ത് നഗരസഭയെ അത് ബോധിപ്പിച്ചാണ് പോകുന്നത്. പക്ഷെ നഗരസഭ വേണ്ട ഇടപെടലുകൾ നടത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു.